എന്തൊക്കെയാണ് കാണേണ്ടത് അല്ലേ? അതായത് ഒരു ഇന്ത്യൻ ഫുട്ബോളിൽ ഇന്ത്യക്ക് എന്താ പറയുക വേൾഡ് കപ്പ് പോലും കയറാൻ പറ്റുന്നില്ല. പക്ഷേ ഇന്ത്യൻ ഫുട്ബോൾ പ്ലേയേഴ്സിന് ഡിമാൻഡാണ് നമുക്ക് ഒട്ടും എന്താ പറയുക സഹിക്കാൻ പറ്റാത്തതെന്ന് പറയാം. എന്തായാലും നമ്മളെല്ലാം കേട്ടൊരു കാര്യമാണ് ബിപിൻ സിംഗിനെ നമ്മൾ സൈൻ ചെയ്യാൻ പോവുകയാണെന്ന്. സോ ബിപിൻ സിംഗ് കേരള ബ്ലാസ്റ്റേഴ്സിന് മുന്നിൽ വെച്ച ഡിമാൻഡാണ് ഭയങ്കരമെന്ന് പറയുന്നത്. അതായത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് തനിക്ക് 5 കോടി രൂപയുടെ ഒരു കോൺട്രാക്റ്റാണ് വേണ്ടതെന്നാണ് പറയുന്നത്. 3 വർഷത്തേക്ക് 5 കോടിയുടെ കോൺട്രാക്റ്റാണ് താൻ ചോദിക്കുന്നതെന്നാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിനോട് അതായത് ഒരു ഡിമാൻഡ് കൊടുത്തിരിക്കുന്നത് ബിപിൻ സിംഗ്. ഈ ഒരു 5 കോടിക്കുള്ളൊരു മുതലുണ്ടോ 3 വർഷത്തേക്ക് ബിപിൻ സിംഗ്? എനിക്കറിയില്ല. നമുക്കറിയാം ആ വിങ്ങിൽ നമുക്ക് ഇഷ്ടംപോലെ പ്ലേയേഴ്സ് ഉണ്ട്. പിന്നെ എന്തിനാണ് ബിപിൻ സിംഗ് എന്നാണ് എനിക്ക് സ്റ്റിൽ അറിയാത്തത്. അദ്ദേഹം റൈറ്റ് വിങ്ങിലല്ല കളിക്കുന്നത്, മുംബൈ സിറ്റി എഫ് സിയിലാണെങ്കിൽ പോലും. പിന്നെ എന്തിനാണ് ബിപിൻ സിംഗ്? സ്റ്റിൽ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇതിൽ നിന്ന് കുറച്ചുകൂടെ പൈസ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ചാങ്തയെ വേണമെങ്കിൽ ഇങ്ങ് എടുക്കാം. കുറച്ചുകൂടെ പൈസ കൊടുത്താൽ മതി ഇതിനകത്ത് ചെയ്ത്. പിന്നെ എന്തിനാണ് ബിപിൻ സിംഗ്? നിങ്ങൾ തന്നെ പറയുക ബിപിൻ സിംഗ് വേണോ വേണ്ട എന്നുള്ള അതിൻ്റെ ഡിമാൻഡിനെ കുറിച്ച് നിങ്ങൾ പറയുക. 3 വർഷത്തേക്ക് 5 കോടി എന്ന് പറയുന്ന ആ ഒരു ഡിമാൻഡ് എന്തായാലും പറയാം. ഇതിപ്പോൾ ഈ പൈസ കൊടുത്ത് ജിതിൻ എമ്മസിനെ എടുക്കുന്നത് റൈറ്റ് വിങ്ങിലും കളിക്കാൻ ഭയങ്കര ഒരു യൂട്ടിലിറ്റി പ്ലെയറാണ് ജിതിൻ എമ്മസ്. അറ്റാക്കിംഗ് മിഡ്ഫീൽഡ്, ലെഫ്റ്റ് വിങ്, റൈറ്റ് വിങ്, സെക്കൻഡ് സ്ട്രൈക്കറുടെ പൊസിഷനും കളിക്കുന്ന ഒരു പ്ലെയറാണ്. സോ എൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു പൈസ കൊടുത്ത് ജിതിൻ എമ്മസിനെ എടുക്കുന്നതായിരിക്കും നല്ലത്. നമ്മുടെ ഇദ്ദേഹത്തിന് പകരം ബിപിൻ സിംഗിനെ വരെ നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ പറയുക. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഹോസെ ലൂയിസ് മൊറീനോ എന്ന് പറയുന്ന താരവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു അപ്ഡേറ്റാണ്. അദ്ദേഹം ഒരു കൊളംബിയൻ താരമാണ്. അതായത് ഫസ്റ്റ് സ്വന്തമാക്കുന്നത് നമ്മുടെ ഗോകുലം കേരള എഫ് സിയാണ്. പക്ഷേ ഗോകുലം കേരള എഫ് സിയിൽ അതിൻ്റെ പെർഫോമൻസ് അത്ര മികച്ചതല്ലാത്തതുകൊണ്ട് അതായത് ട്രെയിനിങ്ങിലും മറ്റ് കാര്യങ്ങളിലും ഒക്കെ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിൽ ഗോകുലം കേരള എഫ് സി അത്ര ഇൻട്രസ്റ്റഡ് അല്ലാത്തതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഗോകുലം കേരള എഫ് സി പുറത്താക്കിയായിരുന്നു. പുറത്താക്കിയതാണോ അതോ വേറെ വല്ല ഇഷ്യൂ കൊണ്ട് പോയതാണോ എന്നറിയില്ല. ഗോകുലം കേരള എഫ് സിന്ന് അദ്ദേഹം പോയിരുന്നു. എന്തായാലും ഇപ്പോൾ അദ്ദേഹത്തെ ഐ ലീഗ് ക്ലബ്ബ് തന്നെ ഇപ്പോൾ ഐ ലീഗിൽ 1ാം സ്ഥാനത്തേക്ക് ക്ലബ്ബായ ചർച്ചിൽ അദ്ദേഹം സ്വന്തമാക്കിയിരിക്കുകയാണ്. അത് തീർത്തൊരു ഞെട്ടിക്കുന്നൊരു സ്വന്തമാക്കലെന്ന് തന്നെ പറയണം. സോ എന്തായാലും ഹോസെ ലൂയിസ് മൊറീനോ അദ്ദേഹത്തിൻ്റെ പടം എന്താ പറയുക SSCN ആപ്പിൻ്റെ ഫ്രണ്ടിലുണ്ട്. പക്ഷേ അദ്ദേഹം കളിക്കാനില്ലായിരുന്നു. എന്തായാലും ഫൈനലി അദ്ദേഹം വന്നു എന്ന് തന്നെ പറയുകയാണ്. ഇത് കണ്ടിട്ട് അവരിട്ടാന്ന് തോന്നുന്നു നേരത്തെ തന്നെ ഹോസെ ലൂയിസ് മൊറീനോയുടെ പടം SSCN ആപ്പിൻ്റെ ഫ്രണ്ടിലായിട്ട്. സോ എന്തായാലും അദ്ദേഹത്തെ ചർച്ചിൽ ബ്രദേഴ്സ് സ്വന്തമാക്കിയിരിക്കുകയാണ്. ഗോകുലത്തിൽ നിന്ന് പോയൊരു താരമാണ്. സോ എന്തായാലും ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.